ഇനി എന്റെ അടുത്തൊരു ചോദ്യം. ഇപ്പൊ സമീപകാലത്ത് ഇപ്പൊ സമീപകാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്, അതുപോലെ ഒരു ഉസ്താദ് വരെ നിങ്ങളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് വിമർശിക്കപ്പെട്ടതാണ് നമ്മുടെ ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ട്. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ചോദിക്കാത്തതെന്ന്, കാരണം അതുമ്മലാണ് തുടക്കം. രണ്ടാമത് വിവാദത്തിലാണ് ഈ ഒരു കൊടിമരത്തുമെന്നാണ് എനിക്ക് മനസ്സിലാവണേ. ഞാൻ അതില് നിങ്ങൾ അത്രയും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വാസികളെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ അവരുടെ പൈസ ചൂന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ ചെയ്തതല്ലേ? അത് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, ഒന്നിന്റെ ഒപ്പം വരുമോ? കൊടിമരത്തിന്റെ അടുത്ത് ഒന്ന് അങ്ങോട്ട് നീങ്ങല്ലേ? ഓ ശരി. ചോദ്യങ്ങളോട് ചോദിച്ചത് അങ്ങനെ പോവാ. യഥാർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ. ഇത് കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സത്യം എന്താണ്. ഇതാണ് നമ്മളെ കൊടിമരം കേട്ടോ. ഇതാണ് കൊടിമരം. ആദ്യം ഇവിടെ ഇതിങ്ങനെ ഒരു കിണർ പോലല്ലേ ചെയ്തിരുന്നത്? ആദ്യം ഇതിങ്ങനെ ഇതെന്ത് സംഭവം ഇതിന്റെ യഥാർത്ഥങ്ങൾ കേട്ടോളി. ഇത് ഒരു ഇത് മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടിച്ചുറപ്പാപ്പാന്റെ കൊടിമരം. കൊടിമരം ഒരു ബർക്കത്താണ്. അത് മുജാഹിദുകളും ജമാഅത്തുകളും ഒക്കെ അതിനെ എതിർക്കും. അപ്പൊ ഇതൊരു നമ്മൾ ഒരുപാട് സ്ഥലത്ത് എന്തുണ്ട് കൊടിമരങ്ങള് ഉണ്ട്. അപ്പൊ നൂറ് ഹബീബ് തങ്ങൾ ഇത് കാട്ടിച്ചുറപ്പാപ്പാനെ അനുസ്മരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടിമരം ഇവിടെ വെക്കത്. ആയിരക്കണക്കിന് വിശ്വാസികൾ എന്ത് ചെയ്യും, ഇവിടെ ചികിത്സക്ക് വരലുണ്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊടിമരം കെട്ടിപ്പൊടിച്ചിട്ട് എന്തുണ്ട് വലിയ രീതിയിൽ ആരാധിക്കുക. കൊടിമരം അത് പാടില്ല, തെറ്റാണ്, ഹറാമാണ്. ഈ കൊടിമരത്തിന്റെ ഇവിടെ കുറേ സമയം നിൽക്കുക, അത് പൊടിക്കുക, അത് ഓതുക, അതൊന്നും പാടില്ല. അത് കണ്ടപ്പോ എന്തായിട്ട് എനിക്ക് തോന്നി ഇത് ചെയ്തത് ശരിയില്ല. പറയട്ടെ, ഇത് ചെയ്യുന്നത് എന്തില്ല ശരിയില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് കാട്ടി, ഇത് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഗേറ്റ് കാണുന്നുണ്ട് നിങ്ങൾ, ആ ഗേറ്റ്. അപ്പൊ ഇവിടെ ഞാൻ എന്താട്ടി, ഇവിടെ മാസാന്തരം മജ്‌ലിസ് നടക്കും. ഈ മാസാന്തരം മജ്‌ലിസ് നടക്കുമ്പോ ഇവിടെ പൈസ തരാനായിട്ട് ഒരുപാട് ആളുകൾ വരും. എച്ച് മക്കൾക്കും ഈ റോഡൊക്കെ റോഡുമ്പിലൊക്കെ ജനങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യല്, കായ് വാങ്ങല്. 9 മണിയായപ്പോ ഇത് 9 മണിയായപ്പോ ഗ്രൗണ്ടും 2 ഏക്കർ ഗ്രൗണ്ടും 1.25 ഏക്കർ ഡബ്ബറൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് റോഡ് ബ്ലോക്കായി. അപ്പൊ ഞാൻ എന്ത് കാട്ടി, ഈ ജനങ്ങൾ തരുന്ന പൈസ നിർത്തി വെച്ചിട്ട് വേഗം എന്താട്ടി സദസ്സക്ക് പോയി. അപ്പോഴും ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇവരേക്ക് പൈസ തരാൻ കാത്തിക്കണ്ട്. ഒരു ആളെന്താട്ടി ഇത് കണ്ടിട്ടു, ഞാൻ എന്താട്ടിക്കണേ അങ്ങോട്ട് പോകും ചെയ്തു, സദസ്സക്ക് പോയിക്കണേ. ഒരാൾ എന്ത് ചെയ്തു, പൈസ ഇട്ടു. അപ്പൊ ഇവിടെ ഉള്ള എല്ലാരും എന്താട്ടി ഇതിൽ പൈസ ഇട്ടു. സദസ്സ് കഴിഞ്ഞു, മജ്‌ലിസ് കഴിഞ്ഞു. മജ്‌ലിസ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിറച്ച ആളായിരിക്കും. ആ നേരെ വന്ന് ഞാൻ എന്റെ റൂമിക്കാ പോണ്. ശരിക്കും ഈ കൊടിമരത്തിൽ പൈസ പോകണം ഞാൻ കാണപ്പോഴറിയോ, ഈ വീഡിയോ പുറത്തു വന്നപ്പോഴാ. നോണ പറയില്ല, പക്ഷെ ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ സത്യത്തിൽ സംഭവിച്ചത് ഇതാണ്. അത് പണി ചെയ്ത് വെച്ചത്. ആ പൈസ ഇടുന്ന സമയത്ത് ഇങ്ങനെ എന്തായിട്ടില്ല, ഇത് കെട്ടിയിട്ടില്ല. അത് കെട്ടിയിരിക്കണം, പക്ഷെ ഇത് പെയിന്റ് അടിച്ചിട്ടില്ല. ഇതിലിപ്പോ മണ്ണ് നടക്കും ചെയ്തു. ഇതൊരു ഇത് ജനങ്ങൾ ഇതിനെ ആരാധിക്കാൻ പാടില്ല. ആളുകൾ വന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേറെ കേൾക്കണോ, ഒരു സഹോദരിന്റെ കസാലിട്ട് കയറിക്കണം തീർച്ചയായിട്ടും. അപ്പൊ അതിനോടൊക്കെ നമ്മൾ എതിരാണ്, മനസ്സിലായില്ലേ? പക്ഷെ കൊടിമരം ഒരു ബർക്കത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. എന്തായാലും ഖൈറും ശറും നാളെ റബ്ബിയോട് പറയണ്ടേ, മനസ്സിലായി?